ഇപ്പോൾ നിങ്ങൾ ഈ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ടിക്ടോക്കിലാവട്ടെ റീൽസിലാവട്ടെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ നമ്മൾ ഈ ഒരു എഫക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപ്കട്ട് ആണ്. ഒരു ക്ലിക്കിൽ തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള എഫക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് VPN വേണം. കാരണം ഇന്ത്യയിൽ ഇത് ബാൻഡാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു VPN ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലുള്ള എഫക്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 111 എന്ന് പറയുന്ന ഒരു VPN ആപ്ലിക്കേഷനാണ്. സോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ VPN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ VPN കണക്ട് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട്. സോ നമ്മളിവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ടാവുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഞാൻ ഇവിടെ കുറച്ച് PUBG ഫോട്ടോസ് ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് എഡിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾ എൻഡിങ്ങിലോട്ടൊന്ന് വന്നാൽ ക്യാപ്കട്ടിൻ്റെ വാട്ടർമാർക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു വാട്ടർമാർക്ക് അവിടെ നിന്ന് പോയി കിട്ടും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോമ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇപ്പുറത്തോട്ടൊന്ന് സ്ലൈഡ് ചെയ്താൽ അവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിന്മേ ക്ലിക്ക് ചെയ്താൽ കുറേ എഫക്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള 3D സൂം എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ക്ലിക്ക് ചെയ്താൽ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലോഡിങ് വരും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഈ ഒരു എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിലോട്ട് വന്നിട്ടുണ്ടാവും. ഭയങ്കര സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളെല്ലാ ഫോട്ടോസിലോട്ടും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓഡിയോസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എലൈറ്റ് മോഷനിൽ പോയിട്ടോ കൈൻ മാസ്റ്ററിലോ പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ കാര്യങ്ങളും ഓഡിയോസും ബീറ്റൊക്കെ നിങ്ങൾ അവിടെ നിന്നും കറക്റ്റ് ചെയ്യണതാവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. റെസല്യൂഷൻ സെലക്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്യാനുണ്ട്. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ FPS ആണ്. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ എക്സ്പോർട്ടായിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. So thanks for watching. See you next time. Bye bye.